ഹായ് ഓൾ. നമ്മളിന്ന് ഒരു ക്വസ്റ്റ്യൻ ബാങ്കാണ് ക്വസ്റ്റ്യൻ ബാങ്കിലെ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് മാസ്, വെയ്റ്റ്, വോളിയം ആൻഡ് ഡെൻസിറ്റി എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ബാങ്ക് ആൻസർ ചെയ്യാനാണ് പോണത്. അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: What is termed as the quantity of matter contained in a body? Options: density, volume, mass and specific gravity. എന്താണ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡിയെ പറയുന്ന പേര്? ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളുടെ ക്വാണ്ടിറ്റിയെ പറയുന്ന പേര് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: മാസ് ഓഫ് എ ബോഡി ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ അളവിനെ പറയുന്ന പേരാണ് മാസ്. ഓക്കെ, അതിന്റെ യൂണിറ്റുകൾ വരുന്നത് FPS സിസ്റ്റത്തിൽ പൗണ്ട്സ് ആണ്, CGS സിസ്റ്റത്തിൽ ഗ്രാം, MKS അല്ലെങ്കിൽ SI സിസ്റ്റത്തിൽ കിലോഗ്രാം. അപ്പോൾ quantity of matter contained in a body is called its mass. Okay, option C mass ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് വൺ: what is the force with which a body is attracted by the earth towards its center? Options: mass, weight, volume and density. ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് എത്ര ഫോഴ്സ് കൊണ്ടാണോ ഒരു വസ്തുവിനെ ആകർഷിക്കുന്നത്, ആ ഫോഴ്സിനെ പറയുന്ന പേര് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഡെഫിനിഷൻ ഇങ്ങനെയാണ്: വെയ്റ്റ് ഈസ് ദി ഫോഴ്സ് വിത്ത് വിച്ച് എ ബോഡി ഈസ് അട്രാക്റ്റഡ് ബൈ ദി എർത്ത് ടുവാർഡ്സ് ഇറ്റ്സ് സെന്റർ. ഒരു വസ്തുവിനെ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് അതിൻ്റെ വെയ്റ്റ്. ഇപ്പോൾ മാസും വെയ്റ്റും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി മാസുള്ള എല്ലാ വസ്തുക്കൾക്കും വെയിറ്റ് ഉണ്ടാവും. വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ m×g, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി എല്ലായിടത്തും മാസ് സെയിം ആയിരിക്കും, എന്നാൽ വെയിറ്റിന് വ്യത്യാസം വരാം. ദ വെയിറ്റ് ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് ലൊക്കേഷൻ. ഒരു വസ്തുവിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അത് എവിടെയാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ട് മാറ്റം വരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി വരുന്നത് ഓപ്ഷൻ ബി, വെയിറ്റ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് കോൾഡ് മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ സബ്സ്റ്റൻസ്? ഓപ്ഷൻസ്: മാസ്, വെയിറ്റ്, ഡെൻസിറ്റി ആൻഡ് വോളിയം. ഒരു വസ്തുവിന്റെ മാസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: ഡെൻസിറ്റി ഈസ് ദി മാസ് ഓഫ് എ ബോഡി പെർ യൂണിറ്റ് വോളിയം. ഒരു വസ്തുവിന്റെ മാസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ ഡെൻസിറ്റി ആണ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ റോ. ഇക്വേഷൻ വരെ ഇങ്ങനെയാണ്: ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഇനി മാസിന്റെ യൂണിറ്റുകളും വോളിയത്തിന്റെ യൂണിറ്റുകളും നമുക്കറിയാം. ഇപ്പൊ ഡെൻസിറ്റിയുടെ യൂണിറ്റുകൾ വരുന്നത് CGS സിസ്റ്റത്തിൽ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്, MKS ഓർ SI സിസ്റ്റത്തിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, FPS സിസ്റ്റത്തിൽ പൗണ്ട്സ് പെർ ക്യൂബിക് ഫീറ്റ് അല്ലെങ്കിൽ ഫീറ്റ് ക്യൂബ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് സബ്സ്റ്റൻസിന് പറയുന്ന പേര് ഡെൻസിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is called the ratio between the density of a substance to density of water at 4 degrees Celsius? Options: density, specific gravity, mass, weight. സബ്സ്റ്റൻസുകളുടെ ഡെൻസിറ്റിൻ്റെയും ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസിൻ്റെയും റേഷ്യോനെ പറയുന്ന പേര് എന്താണ് എന്നാണ്. അതായത് ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റിനെ വെള്ളത്തിന്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേര് എന്താണ്? എൻ്റെ ആൻസർ എങ്ങനെയാണ്: ദ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഇറ്റ്സ്
റിലേറ്റീവ് ഡെൻസിറ്റി ഓർ സ്പെസിഫിക് ഗ്രാവിറ്റി. ഒരു വസ്തുവിന്റെ ഡെൻസിറ്റിയെ വെള്ളത്തിന്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി. രണ്ടും ഒന്ന് തന്നെയാണ്, റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ. റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. നമ്മളെ ക്വസ്റ്റ്യനിലുള്ള സെയിം സാധനം തന്നെ. അതേപോലെ തന്നെ ഇങ്ങനെയും റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാം. മാസ് ഓഫ് എനി വോളിയം ഓഫ് എ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഈക്വൽ വോളിയം ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഏതെങ്കിലും സബ്സ്റ്റൻസിന്റെ എത്രയെങ്കിലും വോളിയത്തിന്റെ മാസ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര വോളിയമാണോ ആ സബ്സ്റ്റൻസ് തന്നിട്ടുള്ളത് അത്രയും വോളിയം വെള്ളത്തിന്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആ വസ്തുവിന്റെ എന്ത് കിട്ടും? റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടും. ഇപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഡെൻസിറ്റിയെ വെള്ളത്തിന്റെ ഡെൻസിറ്റിയെ കൊണ്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന അളവാണ് അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മുകളിലും താഴെയും ഒരേപോലുള്ള ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റുകളൊന്നുമില്ല. ഇറ്റ് ഹാസ് നോ യൂണിറ്റ്സ്. ഇറ്റ് ഈസ് സിംപ്ലി എക്സ്പ്രസ്ഡ് ഇൻ എ നമ്പർ. ഒരു നമ്പർ ആയിട്ടാണ് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എക്സ്പ്രസ് ചെയ്യാറ്. അപ്പൊ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ റേഷ്യോ ഓഫ് density of substance to density of water at 4 degrees Celsius is specific gravity or relative density. Next one. What is the density of aluminium? അലൂമിനിയത്തിന്റെ ഡെൻസിറ്റി എത്രയാണ്? വാല്യൂസ് തന്നിട്ടുണ്ട്. 2.7 gram per centimeter cube, 3.7 gram per centimeter cube, 4.7 gram per centimeter cube, 5.7 gram per centimeter cube. ഒരു ടേബിള് കാണാം. ഈ ടേബിളിൽ കുറച്ച് സോളിഡുകളുടെയും കുറച്ച് ലിക്വിഡ്സിന്റെയും ഡെൻസിറ്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോളിഡ്സ് തന്നിട്ടുള്ളത് അലൂമിനിയം, ലെഡ്, കാസ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ. ലിക്വിഡ്സ് തന്നിട്ടുള്ളത് വാട്ടർ, പെട്രോൾ, ഓക്സിജൻ ആൻഡ് ഡീസൽ ഓയിൽ. അപ്പൊ ഇതില് അലൂമിനിയത്തിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2.7 gram per centimeter cube ആണ്. സോ ഓപ്ഷൻ എ. ഇനി അടുത്തത് പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദി മാസ് if the density of a body is 7.6 gram per centimeter cube and its volume is 25 centimeter cube? ഓപ്ഷൻസ് നോക്കാം, കാരണം ഇത് പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് അതിന് ശേഷം നോക്കാം. അതിനു മുമ്പേ ഓപ്ഷൻസിലെ എല്ലാത്തിൻ്റെയും യൂണിറ്റ് ഗ്രാം ആണ്. അപ്പൊ നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ നോക്കാം. ഡെൻസിറ്റി 7.6 gram per centimeter cube, വോളിയം 25 centimeter cube. ഇനി നമ്മൾ പഠിച്ചു ഡെൻസിറ്റി ഈസ് ദി മാസ് പെർ വോളിയം. മാസ് ഡിവൈഡ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. കാണാൻ പറഞ്ഞിട്ടുള്ളത് മാസ് ആണ്. ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് കിട്ടും. തന്നിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 190 grams എന്ന് കിട്ടും. 190 grams. അത് ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. ഓപ്ഷനിലുണ്ട്, ഓപ്ഷൻ എ. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ 190 grams ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി സോളിഡ് ഇഫ് ഡെൻസിറ്റി ഓഫ് ദി സോളിഡ് ഈസ് 19.5 gram per centimeter cube? ഒരു വസ്തുവിന്റെ, ഒരു സോളിഡിന്റെ ഡെൻസിറ്റി 19.5 gram per centimeter cube ആണെങ്കിൽ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എത്രയാണ് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റിയെ വെള്ളത്തിന്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന്, ഡെൻസിറ്റി ഓഫ് ദി സോളിഡ് ഇസ് ഈക്വൽ ടു 19.5 gram per centimeter cube. ഇനി റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. നേരത്തെ ടേബിളിൽ നമ്മൾ കണ്ടു വെള്ളത്തിന്റെ ഡെൻസിറ്റി അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് ഈസ് 1 gram per centimeter cube ആണ്. ഓക്കെ,
അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി കാണാൻ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി സോളിഡ് ഈസ് ഈക്വൽ ടു 19.5 ഡിവൈഡ് ബൈ 1. ആൻസർ വരുന്നത് 19.5 ആണ്. കണ്ടുപിടിച്ചത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റുകളൊന്നുമില്ല. അപ്പോൾ ഓപ്ഷൻ ഡി 19.5 ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദി ഡെൻസിറ്റി ഇൻ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് of an iron cube if it weighs 4.8 kilogram and volume is 640 centimeter cube? 4.8 കിലോഗ്രാമും 640 സെന്റിമീറ്റർ ക്യൂബ് വോളിയവുമുള്ള ഒരു അയൺ ക്യൂബിന്റെ ഡെൻസിറ്റി എത്രയാണ് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വെയിറ്റ് തന്നിട്ടുള്ളത് കിലോഗ്രാമിലാണ്, ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തന്ന കാര്യങ്ങൾ എഴുതാം. കിലോഗ്രാമിലാണ് വെയിറ്റ് തന്നിട്ടുള്ളത്, അതിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ വെയിറ്റ് 4.8 കിലോഗ്രാം അല്ലെങ്കിൽ 4800 ഗ്രാം ആണ്. വോളിയം 640 സെന്റിമീറ്റർ ക്യൂബാണ്. ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ മാസ് ബൈ വോളിയം ആണ്. തന്നിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7.5 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അത് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ ഡി ആണ്. സോ ആൻസർ ഈസ് 7.5 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദി വോളിയം ഓഫ് മെർക്കുറി ഇൻ സെന്റിമീറ്റർ ക്യൂബ് if mass of mercury is 1 kilogram and density is 13.6 gram per centimeter cube? മെർക്കുറിയുടെ വോളിയം സെന്റിമീറ്റർ ക്യൂബിലാണ് കാണേണ്ടത്. തന്നിട്ടുള്ളത് മെർക്കുറിയുടെ മാസ് 1 കിലോഗ്രാം എന്നും ഡെൻസിറ്റി 13.6 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബും എന്നാണ്. ഡെൻസിറ്റി തന്നിട്ടുള്ളത് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലാണ്, മാസ് തന്നിട്ടുള്ളത് കിലോഗ്രാമിലാണ്. അപ്പോൾ തന്നിട്ടുള്ള മാസിനെ നമ്മൾ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ തന്ന കാര്യങ്ങൾ നോക്കാം. മാസ് 1 കിലോഗ്രാം, അതായത് 1000 ഗ്രാം. ഡെൻസിറ്റി 13.6 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ മാസ് ബൈ വോളിയം ആണെന്ന് നമുക്കറിയാം. അത് റീഅറേഞ്ച് ചെയ്ത് വോളിയം കാണാനുള്ള ഇക്വേഷൻ മാസ് ബൈ ഡെൻസിറ്റി ആണ്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 73.529 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു വാല്യൂ നമ്മുടെ ഓപ്ഷനിലില്ല. 73.529 എന്ന വാല്യൂ ഓപ്ഷനിലില്ല. പക്ഷെ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഓപ്ഷൻ എ ആണ്, 73.53 സെന്റിമീറ്റർ ക്യൂബ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. Next one, what is the mass in gram if a force of 15 dynes acting on a mass m producing an acceleration of 2.5 centimeter per second square? Okay, ഒരു വസ്തുവിന്റെ മുകളിൽ 15 ഡൈൻസ് ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അവിടെ ആക്സിലറേഷൻ 2.5 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ടായി എന്നുണ്ടെങ്കിൽ ആ വസ്തുവിന്റെ മാസ് എത്രയാണെന്ന് ഗ്രാമിൽ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഫോഴ്സിന്റെ CGS സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ് ഡൈൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഫോഴ്സ് തന്നിട്ടുണ്ട് 15 ഡൈൻസ് ആണ്. ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 2.5 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, F is equal to m into a, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് മാസ് ആണ്. സോ മാസ് ഇസ് ഈക്വൽ ടു F by a. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 ഗ്രാംസ് എന്ന് കിട്ടും. അത് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ ഡി ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 6 grams. Next question, what is the specific gravity of the metal if the piece of metal weighs 150 grams in air and 125 grams in water? ഒരു
മെറ്റൽ നോർമലി അതിൻ്റെ വെയിറ്റ് 150 ഗ്രാം ആണ്. വെള്ളത്തിൽ വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ 125 ഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ പറഞ്ഞത് ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്, അല്ലെങ്കിൽ മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് ഡിവൈഡ് ബൈ മാസ് ഓഫ് ഈക്വൽ വോളിയം ഓഫ് വാട്ടർ ആണ്. പക്ഷെ ഇതൊന്നും ഇവിടെ തന്നിട്ടില്ല. ഇവിടെ തന്നത് എന്തൊക്കെയാണ്? വെയിറ്റ് ഓഫ് മെറ്റൽ പീസ് ഇൻ എയർ. നോർമലി നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ വെയിറ്റ് 150 ഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം മെറ്റൽ പീസ് വെള്ളത്തിൽ വെക്കുമ്പോൾ അതിന്റെ വെയിറ്റ് 125 ഗ്രാം ആണെന്നും തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കേസിൽ, അതായത് വെള്ളത്തിൽ വെക്കുമ്പോഴുള്ള വെയിറ്റും അതുപോലെ തന്നെ നോർമലി വെക്കുമ്പോഴും ഒറ്റ നോട്ടത്തിൽ അറിയാം ഒരേ സാധനത്തിന് 2 വെയിറ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. നോർമലി ഉള്ളത് 150 ഗ്രാം, അതേ ഒബ്ജക്റ്റ് വെള്ളത്തിൽ വെക്കുമ്പോൾ 125 ഗ്രാം. അതായത് അതിന് കുറച്ച് വെയിറ്റ് നഷ്ടപ്പെട്ടു അല്ലേ? വെള്ളത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ലോസ് ഓഫ് വെയിറ്റ് ഉണ്ട്. അലിഞ്ഞു പോയതല്ല, വെള്ളത്തിൽ വെച്ച് എടുക്കുമ്പോഴുള്ള വെയിറ്റ്. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ, സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി സോളിഡ് ഇൻ എയർ ഡിവൈഡഡ് ബൈ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് സോളിഡ് ഇൻ വാട്ടർ. അതായത് എയറിൽ വെച്ചിട്ട് എത്രയാണോ അതിന്റെ വെയിറ്റ്, അതിനെ എത്ര വെയിറ്റ് ആണോ വെള്ളത്തിൽ വെക്കുമ്പോൾ അതിന് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ആ വസ്തുവിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം കാണേണ്ടത് എത്ര വെയിറ്റ് ആണ് വെള്ളത്തിൽ വെച്ചപ്പോൾ അതിന് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. സോ ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ ഇസ് ഈക്വൽ ടു വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. നോർമലി ഉള്ള വെയിറ്റ് നിന്ന് വെള്ളത്തിൽ വെച്ചപ്പോഴുള്ള വെയിറ്റ് കുറയ്ക്കുക. കിട്ടുന്ന ആൻസർ 25 ഗ്രാം എന്നാണ്. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വെയിറ്റ് ഓഫ് സോളിഡ് ഇൻ എയർ 150 ഗ്രാം ആണ്, ലോസ് ഓഫ് വെയിറ്റ് 25 ഗ്രാം ആണ്. കിട്ടുന്ന ആൻസർ 6. അതായത് ഓപ്ഷൻ എ. ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞത് 6 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി വോളിയം ഓഫ് മെർക്കുറി ഇൻ സെന്റിമീറ്റർ ക്യൂബ് if the mass of mercury is 136 grams and density of mercury is 13.6 gram per centimeter cube? മെർക്കുറിയുടെ വോളിയം സെന്റിമീറ്റർ ക്യൂബിൽ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് മെർക്കുറിയുടെ മാസ് 136 ഗ്രാം ആണെന്നും തന്നിട്ടുണ്ട്. ഡെൻസിറ്റി 13.6 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ് എന്നും തന്നിട്ടുണ്ട്. തന്ന കാര്യങ്ങൾ, ഒന്ന് മാസ് 136 ഗ്രാം, ഡെൻസിറ്റി 13.6 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. സോ വോളിയം കാണാൻ മാസ് ബൈ ഡെൻസിറ്റി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 10 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഓപ്ഷൻസിൽ നോക്കുക, ഓപ്ഷൻ ഡി 10.0 സെന്റിമീറ്റർ ക്യൂബ്. അതാണ് ഇവിടുത്തെ ആൻസർ, 10 centimeter cube. Next question, what is the weight of a block in kilogram if its volume is 320 centimeter cube and density 8.9 gram per centimeter cube? ഒരു ബ്ലോക്കിന്റെ ഡെൻസിറ്റി 8.9 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബും വോളിയം 320 സെന്റിമീറ്റർ ക്യൂബും ആണെങ്കിൽ ആ ബ്ലോക്കിന്റെ വെയിറ്റ് എത്രയാണ് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വെയിറ്റ് കണ്ടുപിടിക്കേണ്ടത് കിലോഗ്രാമിലാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ നോക്കാം. വോളിയം ഇസ് ഈക്വൽ ടു 320 സെന്റിമീറ്റർ ക്യൂബ്, ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു 8.9 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ മാസ് ബൈ വോളിയം ആണ്. മാസ് കാണാൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയം റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് കിട്ടും. തന്നിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2848 ഗ്രാം എന്ന് കിട്ടി. കാരണം ഡെൻസിറ്റി തന്നിട്ടുള്ളത് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലാണ്. സോ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 2848 ഗ്രാം എന്ന് കിട്ടി. കാണാൻ പറഞ്ഞിട്ടുള്ളത് കിലോഗ്രാമിലാണ്. സോ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2.848 കിലോഗ്രാം എന്ന് കിട്ടും. ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കുക. ഓപ്ഷൻ ബി
2.848 kilogram. ഇതാണ് ഇതിന്റെ ആൻസർ. Okay, next question. What is the specific gravity of the metal if it weighs 6.5 kilogram force in air and 3.5 kilogram force in water? ഒരു ലോഹം എയറിൽ 6.5 കിലോഗ്രാം ഫോഴ്സും വെള്ളത്തിൽ 3.5 കിലോഗ്രാം ഫോഴ്സും ആണെങ്കിൽ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ പ്രോബ്ലം ആണ്. ഇവിടെ യൂണിറ്റ് കിലോഗ്രാം ഫോഴ്സിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ തന്ന കാര്യങ്ങൾ: വെയിറ്റ് ഓഫ് ദി മെറ്റൽ ഇൻ എയർ ഇസ് ഈക്വൽ ടു 6.5 കിലോഗ്രാം ഫോഴ്സ്. വെയിറ്റ് ഓഫ് ദി മെറ്റൽ ഇൻ വാട്ടർ ഇസ് ഈക്വൽ ടു 3.5 കിലോഗ്രാം ഫോഴ്സ്. ഇങ്ങനത്തെ കണ്ടീഷനിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ വെയിറ്റ് ഓഫ് ദി സോളിഡ് ഇൻ എയർ ഡിവൈഡഡ് ബൈ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ദി സോളിഡ് ഇൻ വാട്ടർ. അപ്പൊ ഇവിടെ എത്രയാണ് നഷ്ടപ്പെട്ട വെയിറ്റ് എന്ന് നോക്കാം. ലോസ് ഓഫ് ദി വെയിറ്റ് ഇൻ വാട്ടർ ഇസ് ഈക്വൽ ടു വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. അപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3 കിലോഗ്രാം ഫോഴ്സ് എന്ന് കിട്ടും. സ്പെസിഫിക് ഗ്രാവിറ്റി കാണാൻ വെയിറ്റ് ഓഫ് ദി സോളിഡ് ഇൻ എയർ ഡിവൈഡ് ബൈ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് സോളിഡ് ഇൻ വാട്ടർ ആണ്. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6.5 ഡിവൈഡ് ബൈ 3 നമുക്ക് കിട്ടുന്ന ആൻസർ 2.166 എന്ന് കിട്ടും. അതായത് ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ സി 2.166. സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്, അതിന് യൂണിറ്റുകൾ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. What is the weight of a car having a mass of 800 kilogram? Take G is equal to 9.81 meter per second square. 800 കിലോഗ്രാം മാസ് ഉള്ള ഒരു കാറിന്റെ വെയിറ്റ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എടുക്കേണ്ട ജി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ തന്ന കാര്യങ്ങൾ: മാസ് is equal to 800 kilogram, acceleration due to gravity G is equal to 9.81 meter per second square. വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് m ഇൻറ്റു ജി, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 7848 ന്യൂട്ടൺ എന്ന് കിട്ടും. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ എ 7848 ന്യൂട്ടൺ. ഇത്രയുമാണ് നമ്മുടെ മാസ്, വോളിയം ആൻഡ് ഡെൻസിറ്റി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.